മാഷെ 10 മിനിറ്റ് നേരത്തെ ബെല്ലടിച്ചത്. എന്റെ ശാന്തി ടീച്ചറെ, എനിക്ക് വിശന്നിട്ട് കണ്ണു കാണാൻ മേല. ആ LP തോറ്റ് പഠിച്ചാ മതിയായിരുന്നു. അതാവുമ്പോ കഞ്ഞെങ്കിലും കിട്ടിയേനെ. അതിനൊരു ക്ലാസ്സിൽ 3 കൊല്ലല്ലേ തോക്കാൻ പറ്റൂ, പിന്നെങ്ങനെയാ? കണ്ടിട്ട് കൊതിയാവണു, വിശന്നിട്ടാണേ വയ്യ. അത് തിന്നണ പിള്ളേരെ വയറളത്. നിങ്ങൾ വാ. ഉടുക്കത്തെ പുളിയമ്മങ്ങ ഇതും കൂടി തീർന്ന പിന്നെ എന്തുട്ടാ ചെയ്യാ? അയ്യോ, എനിക്ക് കിട്ടിയില്ല. എനിക്ക് വേണ്ടിട്ടാടാ. പിടിച്ചോ. തള്ളട മക്കളെ, കുട്ടപ്പൻ നേരത്തെ എത്തിയല്ലോ. ചന്തയിൽ ഇന്ന് തിരക്ക് കുറവായിരുന്നു. ഇതൊന്ന് വേഗം ഇറക്കിയിരുന്നെങ്കിൽ. തങ്കപ്പനൊന്ന് ലീവാടും. അയ്യോ, താൻ തന്നെ ഇറക്കി തന്നാ നന്നായിരുന്നു. ഇറക്കൂലി ഞാൻ വേറെ തരാം. അയ്യോ, എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ പ്രായമായില്ലേ. മാഷിന്റെ തോളത്തെടുത്ത് വെക്കാൻ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. അയ്യോ, നടുവെട്ടി ഞാൻ താഴെ വീണു പോകും. ചാക്കുവാണെങ്കിൽ ഞാൻ ഇറക്കാം മാഷെ. നീയോ? അല്ല മാഷെ, ആ ഇറക്കൂലി എനിക്ക് കിട്ടിയ പെരയില് റേഷൻ വാങ്ങാൻ കൊടുക്കായിരുന്നു. നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ മണി. ഇനിയിപ്പോ കാശ് തന്നില്ലേലും വേണ്ട, ഞാൻ അടുത്ത് വെച്ചോളാം. ഒന്ന് താങ്ങി താഴെ. മാങ്ങ കൊള്ളാല്ലേ? പുളി മാങ്ങ കഴിക്കാനൊക്കെ തോന്നാറുണ്ടോ അപ്പ? ഒന്ന് നേടാ മണി, കുറച്ച് കഞ്ഞി ബാക്കിയുണ്ട്, നീ കുടിച്ചോ? ഓ വേണ്ട, ഞാൻ കഴിച്ച. ഓ പിന്നെ സദ്യ കൊണ്ടിട്ടല്ലേ വരണത്. നീ ആ മാവിക്കാരന ഞാൻ കണ്ടാലടാ. നീ വേണമെങ്കിൽ ഇത് കുടിച്ചോടേക്കാ. അല്ലച്ചി, ഞാൻ UP ലാ. അത് UP LP ഒന്നും ഇപ്പൊ നോക്കണ്ട, കുടിച്ചേടാ. നീ ഇത് പിടിച്ചേ, കുടിച്ചോടാ. മണി, സുഖുരാജു ഒന്നും കഴിച്ചിട്ടില്ല ചേച്ചി. ഇത് ഞങ്ങള് 3 പേരോട് കഴിച്ചോട്ടെ? അതിനെന്താ, കഴിച്ചോടാ. എങ്ങട്ടണ്ട അത്ര ധൃതിയില്? മേനോമാഷി നാടകത്തിൽ കുട്ടികളെ സെലക്ട് ചെയ്യാം മാഷെ. 7 ബിയിൽ. നിങ്ങളെല്ലാം വലിയ കലാകാരന്മാരാണല്ലോ. നിന്റെ അരിയുടെ ഇറക്കൂലി വേണ്ടടാ. വാടാ. അഭിനയവും സംഗീതവുമെല്ലാം അരച്ച് കലക്കി കുടിച്ച ഒരു കലാകാരനാണ് ഞാൻ. വെറും അധ്യാപകനല്ല. ഞാൻ സംവിധാനം ചെയ്യുന്ന നാടകം ഈ യുവജനോത്സവത്തിൽ നാടകത്തിനുള്ള കപ്പ് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരും. നാടകത്തിന്റെ പേരാണ് കർണൻ. മാഷാണ് സംവിധാനം ചെയ്യുന്നെങ്കിലേ ഇപ്രാവശ്യത്തെ കപ്പ് മോഷ്ടിച്ചോണ്ട് വരേണ്ടി വരും. സൈലൻസ്, സൈലൻസ്. എന്താ പറഞ്ഞ? ഞാൻ കർണനാവാന്ന് പറഞ്ഞതായിരുന്നു. ഓ, കർണൻ അവൻ പറ്റിയ മുഖം, അരണമുഖം. അവിടെ ഇരിക്കെ. കർണൻ വാസുകുട്ടൻ നായർ തന്നെ. ഇനിയിപ്പോ കൃഷ്ണനെ വേണം. അപ്പൊ ടീച്ചറെ, മാഷെ രാജാമണി കൃഷ്ണനായ തകർക്കും. കൃഷ്ണൻ. എടാ, ദൈവങ്ങളൊന്നും കറുത്തിട്ടല്ല ഇരിക്കുന്നത്, നല്ല വെളുത്ത നിറമായിരിക്കും. പിന്നെ കാണാൻ നല്ല ഐശ്വര്യമായിരിക്കും. ഇത് ശരിയല്ലേ? കൃഷ്ണന് കറുത്തേറോന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആര്? രാമപ്പനോ? കറുത്ത തെങ്ങ് കയറ്റക്കാരനാണെന്ന് പറയാത്തത് ഭാഗ്യം. ടീച്ചർ അഭിപ്രായത്തിൽ ഈ കൂട്ടത്തിൽ ആരുണ്ട് കൃഷ്ണാവാൻ പറ്റിയത്? രാജാമണി നല്ലതുപോലെ അഭിനയിക്കും. മാത്രല്ല കാർമുകിൽ വന്നല്ലേ കൃഷ്ണനെ വിളിക്കാറ്. അപ്പൊ കറുത്ത നിറം കുഴപ്പമുണ്ടോ മാഷെ? കുഴപ്പമുണ്ട്. ടീച്ചറുടെ അഭിപ്രായം ചോദിച്ചത് എന്റെ കുഴപ്പം. എങ്കിൽ പിന്നെ വേറെന്തെങ്കിലും ഒരു വേഷം എനിക്ക് തരാമോ മാഷെ? അതിനിത് കോളനി നാടകം അല്ലല്ലോടാ രാജാമണി. താണ ജാതിക്കാരോ വല്ല പറയത്തുള്ളല്ലോ മറ്റോ വരുമ്പോ ഞാൻ നിനക്കൊരു വേഷം തരാം. ഈ നാടകത്തില് വേണ്ട. എടാ, കലയിലും ജീവിതത്തിലൊക്കെ കോളനിയും കോവിലകവും തന്നെയാ. എന്തൂട്ട് മഴയത് എപ്പോ തുടങ്ങിയത്? ഈ തീയാണെങ്കിൽ കത്തുന്നില്ല. മക്കളെയും കൂട്ടി മേച്ചക്കടി കയറി കിടന്നോ? 3 വർഷമായി ഈ പുറയ്ക്ക് ഓല മേഞ്ഞിട്ട്. നിങ്ങൾക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. മകളെ, ഇതാണ് ജലസംഭരണി. ആ കുട്ടികളോട് ഉറങ്ങണ്ടെന്ന് പറയും. ഇപ്പൊ ആവും. നീ അവിടെ സദ്യ ഉണ്ടാക്കല്ലേ? പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ ചെക്കന്ന ചില്ലറോണ്ട ഈ കപ്പ് എന്നെ വാങ്ങിയത്. നിങ്ങൾക്ക് പിന്നെ കുടി മാത്രല്ലേ ഉള്ളൂ. പണിമുത്തു വാങ്ങിയ കപ്പ എന്റെ അമ്മിനി
വെച്ചൊരു കപ്പ കാന്താരി ചേർത്തൊരു കപ്പ തിന്നാലും തിന്നാലും ആക്രാന്തം തീരില്ല മോനെ. മണിയെ നീ എന്നെ കണ്ണൂർന്നുറങ്ങിയ മണിയെ എന്താ നമ്മള് മനുഷ്യന്മാർക്കുള്ളതുപോലെ ദൈവങ്ങൾക്കും വേറെ ജാതി ഉണ്ട് അച്ഛാ. ദൈവത്തിന് ജാതി അതെപ്പോണ്ടായ ആരോ നിന്നോടൊക്കെ പറഞ്ഞേ? മേനോമാശി ആ അവരുടെ ദൈവങ്ങളൊക്കെ വെളുത്തിട്ടാത്രേ, നമ്മുടേത് കറുത്തിട്ടു. അതുകൊണ്ട് തന്നെ നാടകത്തിൽ കൊടുത്തില്ല. അപ്പൊ നീ മനുഷ്യരുടെ നാടകത്തിൽ കളിക്കി. ദൈവത്തെക്കാൾ മേലെയാണ് മനുഷ്യര്, അത് നിനക്കറിയോ? എനിക്ക് ദൈവങ്ങളുടെ നാടകം മതി, എനിക്ക് ആ നാടകം കളിക്കണം. പക്ഷെ എന്നെ മാഷ് പഠിപ്പിക്കില്ല. എന്ത് അച്ഛനറിയോ? എനിക്കോ നാടകോ? ഏടാ, എനിക്ക് മനുഷ്യന്മാരുടെ ഭാഷ മാത്രം അറിയൂ. നമുക്ക് ഏറ്റവും വലിയ മാഷ് അവനാ. ഏകലവനെ അറിയോ നിനക്ക്? അതാരാ മാഷ? മാഷല്ല, നിന്നെപ്പോലൊരു കുട്ടി. പഠിക്കണമെന്നുള്ള ആഗ്രഹം മതി, പക്ഷേ ആഗ്രഹം ഇവിടെ ഇങ്ങോട്ട് പെരുക്കണം. അതിങ്ങനെ പെരുക്കി 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 മേള അടിപൊളിയായുണ്ടല്ലേ? ചെണ്ട കിട്ടിയ പിന്നെ അവന് വേറൊന്നും വേണ്ടല്ലോ. അവനാ കൂടുതലുണ്ടാവും. നിൽക്കുന്നു. നീ ഇവിടേക്കാണാ? നേരത്തെ പോണ്ടേ? ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു ഇഷ്ട. നീ വന്നടാ. ഇത് പിടിച്ചേ, ഞാൻ പോവാ. ഒരു ഇന്റർവ്യൂ ഉണ്ട് കലാസദനില്. ദേവേ കിട്ടിയാ മതിയായിരുന്നു. എടാ സുഖുവേ, ഇന്റർവ്യൂ എന്തിനാടാ? വല്ല പ്യൂൺ പണിയാണോ? പിയൂണ് പണിയാ? പിയൂണ് പണി പോയിട്ട് കളക്ടർ പണിക്ക് വരെ ഞങ്ങൾ പോവില്ല. എടാ ഞങ്ങള് കലാകാരന്മാരാണ്, അറിയാ? അതിനൊക്കെ നല്ല പഠിപ്പും വേണം. പഠിപ്പ് മാത്രം പോരാ, നല്ല ലുക്കും വേണം. എന്നെ പോലെ ഒന്ന് വന്നേടാ ചലക്കാണ്ട്. അതാ സൂയ. എടാ മണിയെ, എന്താടാ നീ നൈറ്റ് വണ്ടി എടുക്കണ്ടോ? എന്തേ? അല്ലെങ്കിൽ രമേശിന് ചോദിച്ചിട്ടുണ്ട്. അയ്യോ ചതിക്കല്ലേ, ഞാൻ രാത്രി പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നെടുത്തോ. നാളെ അമ്മേനായിട്ട് ഡോക്ടറിനെ കാണാൻ കാശ് വേണേ. വണ്ടി എടുത്തോടാ. അപ്പൊ മണി കലാസത്തിൽ ചേർന്നു. പിന്നല്ലാണ്ട് നമ്മുടെ മണി കലാസത്തിൽ ചേർന്നു. അതെയാ? ശരിക്കും? അവനോട് പറഞ്ഞോളൂ, അവനിതോടെ പോയി. കുറച്ചിട്ടോട്ടെ ചേട്ടാ, പൈസ കൊടുത്ത് പഠിച്ച സാധനം എന്തുണ്ടത്? ഫോൺസ്. നീ അത് കളഞ്ഞ? അല്ല ഇനിയിപ്പോ കറുത്തേന്റെ പേരിൽ ഒരു കുഴപ്പമുണ്ടാവണ്ടല്ലോ. ആ ഒരു തോന്നല് നല്ലതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ അടുക്കളൊക്കെ വൈറ്റ് വാഷ് അടിച്ച പോലെ ഉണ്ട്. അതല്ലടാ, പോണടുത്ത് നിന്നൊക്കെ തൊലി കറുത്തു പറഞ്ഞ് തോറ്റു വരലല്ലേ പതിവ്. അപ്പൊ ഇത്തവണ ഇത്തിരി വെളുത്തിരിക്കട്ടെ എന്ന് കരുതി. നീ ഇങ്ങനെ വെളുക്കാൻ തുടങ്ങി എന്റെ കുടുംബം വെളുക്കട്ടാ. കോലം കെട്ടാതെ നീ അത് ഉടച്ചോളഞ്ഞ്. നീ പേടിക്കണ്ട, അവിടെ ഒരു അച്ഛനുണ്ട്, മൂപ്പര് കറുത്തിട്ടാണ്. അച്ഛൻ വെളുത്തിട്ടാ? അച്ഛനല്ല, അച്ഛന്റെ കുപ്പായം. ഓ കുപ്പായം. നീ ഇപ്പൊ പഴയ മണിയൊന്നും അല്ലല്ലോ. പിന്നെ അല്ല, സിൽമാടനല്ലേ സിൽമാടൻ, നാളത്തെ മമ്മൂട്ടി. ഞങ്ങളുടെ കറുത്ത മമ്മൂട്ടി. ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ.